Hi everyone, it's me Rahul. Welcome to my YouTube channel. സോ നമുക്ക് നാളത്തെ അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്, ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ, എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തതെന്ന് ജസ്റ്റ് നമുക്കൊരു പ്രീ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പം മാർക്കറ്റ് നിന്നിരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു അല്ലേ. നോ ട്രേഡിങ്സ് കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നോ ട്രേഡ്, ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് താഴോട്ട് ട്രേഡ് ചെയ്യാം. കൺസോളേഷൻ ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ടാണെങ്കിൽ ഈ ഒരു ഫോർമേഷനിൽ മാർക്കറ്റിനെ ചെയ്യണം എന്നായിരുന്നു. സോ മാർക്കറ്റിൽ ഓവർനൈറ്റ് ന്യൂസിൻ്റെ കാരണം കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയായിരുന്നു ചെയ്തത് അല്ല. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ താഴെ മെൻഷൻ ചെയ്തത്. ഒബ്വിയസ്ലി മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തില്ല, ബട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് അതേ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ആയിരുന്നു അത് അല്ലേ. ആ ഏരിയയിൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ഫോർമേഷൻ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ലാസ്റ്റ് വീഡിയോയിൽ ഇതെൻ്റെ റെഡ് കളറിലായിരുന്നു ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ അത് ഗ്രീൻ ആക്കിയതാണ്, കാരണം അത് സപ്പോർട്ടിലോട്ട് പോയി. അപ്പോൾ ഞാൻ ആദ്യം അതിന് വെച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, ഒരു റെഡ് മാർക്കിലായിരുന്നു. കൈവിടുന്നൊരു വലിയ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അതിനെ ഞാനൊരു റെഡിൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. സോ മാർക്കറ്റ് ഇന്ന് രാവിലെ മൂവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് അതേ നമ്മൾ താഴെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് ട്രെൻഡ് ഒരിക്കലും എടുക്കരുത്. വെയിറ്റ് ഫോർ എ റീടെസ്റ്റ്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു നമ്മുടെ റെസിസ്റ്റൻസിൽ, അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. മാർക്കറ്റ് അടുത്ത റെസിസ്റ്റൻസിലോട്ട് മൂവ് ചെയ്തു മെല്ലെ. ഓക്കെ, സോ ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഇന്നത്തെ മൂവ്. സോ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റ് അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിന്നിട്ട് സെക്കൻഡ് ഹാഫിലാണ് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്തതും. 1 മണി കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. സോ നാളെ നമ്മുടെ പ്ലാൻ സെയിം തന്നെയാണ്. മാർക്കറ്റിന് നാളത്തെ നമ്മുടെ പ്ലാൻ നമുക്ക് സെയിം തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 24,315 നെഗറ്റീവിലല്ല പോസിറ്റീവിലാണ് ഉള്ളത്. വേൾഡ് മാർക്കറ്റ് എല്ലാം അത്യാവശ്യം നെഗറ്റീവിലാണ്. ഡോ ജോൺസൊക്കെ നെഗറ്റീവിലാണ്. നോക്കാം നമുക്ക്. ഓവർനൈറ്റ് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിന് മുന്നേ ഞാൻ ഇന്ന് നമ്മുടെ XAUSD ഞാനൊരു ഇത് കൊടുത്തിരുന്നു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോക്കസ് ഓൺ ദിസ് ലോ. ഓക്കെ, ദാറ്റ് ടൈം മാർക്കറ്റ് വാസ് ഇവിടെ എവിടെയായിരുന്നു, ഐ തിങ്ക് ഇവിടെ എവിടെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫോക്കസ് ഓൺ ദിസ് ലോ. മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ റിയാക്റ്റ് ചെയ്യും എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ആ ലോയിലോട്ട് മാർക്കറ്റ് ഏകദേശം ഈ ഏരിയ പോയി തിരിച്ച് XAUSD നമ്മുടെ ഞാൻ പറഞ്ഞ ലോയിലോട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം, അതായത് നിങ്ങളുടെ ഈവനിങ്ങിൽ തിരിച്ചു വന്നു. എൻ്റെ ഇവിടെ മോർണിംഗിൽ ഇവിടെ തിരിച്ചു വന്നു. ഏകദേശം ഈ ഹൈ വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മെൻഷൻ ചെയ്ത ഹൈ വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഇവിടെ വന്നിട്ട് ഇതാ നമ്മുടെ ലോയിൽ ടച്ച് ചെയ്തു. തിരിച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് നമ്മുടെ ഹൈയിലോട്ട് തിരിച്ചെത്തി. ഓക്കെ, സോ മാർക്കറ്റ് ഈ റിയാക്ഷൻ ഇന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക്. ഹാപ്പി ഫോർ. സോ ഇങ്ങനെ ചാർട്ട് ഇടുമ്പോൾ നിങ്ങൾ ആ ലോ എന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇട്ട് വെച്ചേക്കുക, അല്ലെങ്കിൽ ഒരു അലർട്ട് ഇട്ട് വെച്ചേക്കുക. ഓക്കെ, ഇത് ഏകദേശം അത്യാവശ്യം എത്ര, ഐ തിങ്ക് അത്യാവശ്യം 550.2. ഓക്കെ, ഇത് പിപ്സിൽ കൂട്ടുമ്പം അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല നേരെ. സോ 52 പോയിൻറ്റ്സ് ഈ ലോയിൽ നിന്ന് മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത ആൾക്കാരുണ്ട്, എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് നാളെ നിഫ്റ്റിയുടെ ട്രേഡ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നാളെ നിഫ്റ്റിയുടെ ട്രേഡ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നാളെ മാർക്കറ്റ് ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഫോർ എ റീടെസ്റ്റ്. ഓക്കെ, ഒരു ബൈ ഓൺ ദ ഡിപ്സ് നോക്കുക. മാർക്കറ്റ് താഴെയാണ് വരുന്നതെങ്കിൽ, ഇവിടെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ വെയിറ്റ് ചെയ്യാൻ മാർക്കറ്റ് ഒരു ഡൗൺ ഡിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഡിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും നിങ്ങൾ ബൈ ചെയ്യുക. ബൈ ഓൺ ദ ഡിപ്സ് നോക്കുക. മാർക്കറ്റിന് ഒരിക്കലും ഇവിടുന്ന് കയറി ബൈ ചെയ്ത് മാർക്കറ്റ് ഒന്ന് തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഏരിയയിലൊക്കെ മാർക്കറ്റിൻ്റെ എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഈ ഹൈയുടെ ലോ ഇതാണ്. സോ ഇത് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി സോണാണ്. സോ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്നതൊക്കെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഈ ഏരിയയിൽ വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക. അതല്ല മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് കയറിപ്പോകുന്നെങ്കിൽ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് തിരിച്ചു വന്ന് ഈ ഹൈ നമ്മൾ താഴെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ പിടിക്കുക. ഈ മൂവ്മെൻറ്റിന് ക്യാച്ച് ചെയ്യാൻ നിൽക്കരുത്. മാർക്കറ്റ് റിവേഴ്സ് വരും. സോ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ
നേരെയുള്ള ട്രേഡ് എടുക്കരുത്. മാർക്കറ്റ് തിരിച്ച് വരാൻ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഈ സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ താഴോട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഇത് വെറും സിമ്പിൾ പ്ലാനാണ്. ആക്ച്വലി ഇതിനകത്ത് നമ്മളിപ്പം വലിയ രീതിയിൽ നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഒരു എന്താ പറയുക, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനുള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ ഓൺ ദി ഡിപ്സ് നോക്കുക. സോ ഇപ്പം മാർക്കറ്റ് ട്രെൻഡ് ഇപ്പം 24,000 മുകളിലായതുകൊണ്ട് തന്നെ ട്രെൻഡ് ബുള്ളിഷാണ്. സോ നിങ്ങൾ ബുള്ളിഷ് ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുക. ഈ ചെറിയ റിയാക്ഷൻസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ ചെറിയ ഈ ഡൗൺ മൂവ്മെൻറ്റ് ക്യാച്ച് നിന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് എന്താണ്? ബൈ ഓൺ ദി ഡിപ്സ് ആയിരിക്കും. മാർക്കറ്റിൻ്റെ ഡിപ്പിൽ കിട്ടുമ്പോൾ ബൈ ചെയ്യുക. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടുന്ന് എവിടെയെങ്കിലും താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസ് എത്തുമ്പം ഫോക്കസ് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും സെല്ലിംഗ് പാറ്റേണൊക്കെ കാണുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റിൻ്റെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ കാണുകയാണെങ്കിൽ സോ ഇവിടുന്ന് ചെറിയ ഒരു പുഷ് ബാക്കിന് വേണ്ടി മാത്രം ശ്രമിക്കുക. അതും പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. ബട്ട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല സെല്ലിംഗ് ട്രേഡിന് വേണ്ടിയിട്ട്. ഞാൻ ബൈ ട്രേഡാണ് നോക്കുന്നത്. സെല്ലിംഗ് ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 24,200 താഴെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സെല്ലിംഗ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അതല്ല മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലൊക്കെ വീഴുന്നെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ചെയ്യുക. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ചെയ്യുക. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിന് വേണ്ടിയിട്ട് തിരിച്ച് റിക്കവർ ചെയ്ത് വന്ന് ഈ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ സെൽ ഓൺ ദ റൈസ് ചെയ്യുക. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ബൈ ഓൺ ദി ഡിപ്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ പ്ലാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.